പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സിപിഐയുടെ പരസ്യ നിലപാടിൽ നീരസം വ്യക്തമാക്കി ടി.പി. രാമകൃഷ്ണൻ. സിപിഐ നേതാക്കളെ കാണുന്നതിൽ നിന്ന് മുന്നണി കൺവീനർ പിന്മാറുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുറത്ത് സംസാരിച്ചു തീർക്കേണ്ട വിഷയമല്ല ഇത്. നടക്കാനിരിക്കുന്നത് സിപിഐഎം സിപിഐ ചർച്ചയല്ല. LDF കൺവീനർ എന്ന നിലയ്ക്ക് എല്ലാവരെയും ബന്ധപ്പെടുന്നതാണ് ഒരു രീതി. സിപിഐ നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് ഉറപ്പിച്ചു പറയാനും ടി.പി. രാമകൃഷ്ണൻ തയ്യാറായില്ല. അല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് ഞാനല്ലേ LDF കൺവീനർ എന്നുള്ള നിലയിൽ എല്ലാരെയും ബന്ധപ്പെടും. അല്ല, ഇന്ന് സമയം സൗകര്യമൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ കാണാം എന്നുള്ളതാണ്. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ പറഞ്ഞു തീർക്കേണ്ട, ഇങ്ങനെ ഒരു പുറത്തൊരു സംവാദം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല. പരസ്പര കൂടിയാലോചനയിലൂടെ ധാരണയിലെത്തേണ്ടതാണ്. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് വേറെ കൂടുതലൊന്നും പറയാല്ല. സംസാരിച്ച ശേഷം നമുക്ക് കാണാം. ഇന്നങ്ങനെ ഇന്നങ്ങനെയല്ലേ. ഞാൻ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, അവരെ പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ഞാനും ബിനോയ് വിശ്വവും തമ്മിൽ വളരെ കാലത്തെ പരസ്പര ബന്ധവും സുഹൃത്തുക്കളുമാണ്. ആ നിലയിൽ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതേസമയം CPI-CPIM ഉഭയകക്ഷി ബന്ധം ചർച്ചയിൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. നേരത്തെ ഒരിക്കൽ അറിയിപ്പ് വന്നിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു വിവരവും ഇല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഇന്ന് അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഒരറിയിപ്പില്ല. നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, പിന്നെ അറിയിപ്പൊന്നുമില്ല. നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, പിന്നെ അറിയിപ്പൊന്നുമില്ല. ഇതൊരു അറിയിപ്പൊന്നുമില്ല. യെസ്, ഇപ്പോഴിതാ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, രണ്ട് തട്ടിൽ രണ്ട് അഭിപ്രായങ്ങൾ എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിലും വ്യക്തമാകുന്നത്. LDF കൺവീനറാണ് ടി.പി. രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ പോലും CPIM ആണല്ലോ ഈ നേതൃപദവിയുമായി ബന്ധപ്പെട്ട് തർക്കിച്ചു നിൽക്കുന്നത്. CPIM ആണല്ലോ. CPI പറയുന്നു അവർക്ക് ആ പദവി വേണം എന്നുറപ്പിച്ചും പറയുന്നു. ഇതിപ്പോൾ അത്ര രമ്യമായി പരിഹരിക്കപ്പെടുന്നത് എളുപ്പമല്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ അസാധാരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇതുവരെ ഇടതുമുന്നണിയുടെ നേതൃയോഗം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗവും ഒരു തവണ പോലും ഈ നിയമസഭ വന്ന ശേഷം കൂടിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് ശേഷം കൂടിയിട്ടില്ല എന്ന പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് മുന്നണി കൺവീനർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത്. സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി MN സ്മാരകത്തിൽ പോയി കണ്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്നൊരു പ്രതീക്ഷയായിരുന്നു ടി.പി. രാമകൃഷ്ണന് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അത് പത്രങ്ങളിലെ ലേഖനങ്ങളിലും അതുപോലെ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോഴുമൊക്കെ ചില പ്രതികരണങ്ങൾ വീണ്ടും CPM നേതൃത്വത്തെ ഇടതുമുന്നണി കൺവീനറെ ചൊടിപ്പിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ടാണ് ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് CPM കേന്ദ്ര കമ്മിറ്റി കൂടിയായ മുന്നണി കൺവീനർ പിന്മാറുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടായേക്കില്ല എന്ന വ്യക്തമായ സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇതിലൊരു അനിശ്ചിതത്വം ഉണ്ടായി എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഏതായാലും ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കൺവീനറുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമല്ലല്ലോ. ആദ്യം ഈ പ്രശ്നം വഷളാകുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉപനേതാവ് പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന പ്രതികരണം മുന്നണിയിൽ യോഗത്തിലോ അല്ലെങ്കിൽ CPMനോ അറിയിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ പുറത്തു പറഞ്ഞിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒടുവിൽ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു സമവായ ചർച്ചയ്ക്ക് മുന്നണി കൺവീനർ തയ്യാറെടുത്ത് അതിന് തലേ ദിവസവും അതിന് മുമ്പുള്ള ദിവസവും ഒക്കെ പ്രകോപനപരമായ പരാമർശങ്ങൾ ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് വീണ്ടും പ്രശ്നം വഷളാക്കുന്നത്. ഏതായാലും ഇന്ന് ചർച്ച ഉണ്ടായേക്കില്ല എന്ന സൂചനകൾ നമുക്ക് വിശ്വസനീയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ AKG സെൻട്രൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ സംബന്ധിച്ച വിഷയം ചർച്ചയ്ക്ക് വന്നേക്കും. ആ യോഗത്തിൽ ഇന്ന് തന്നെ ബിനോയെ കണ്ട് പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം വന്നാൽ മാത്രമേ ടി.പി. രാമകൃഷ്ണൻ ഇന്ന് MN സ്മാരകത്തിലേക്ക് പോകൂ. അല്ലെങ്കിൽ വീണ്ടും സമവായ ചർച്ച വൈകും, പരിഹാരവും അകലും. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ LDFൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച്
ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് നേരിട്ടത്. സാധാരണ വിജയിച്ച് കയറി അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോഴൊക്കെയാണ് മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലിയും ഒക്കെ തർക്കമുണ്ടാകാറുണ്ട്, വകുപ്പുകളെ ചൊല്ലിയൊക്കെ തർക്കമുണ്ടാകാറുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണി, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് CPM-ന്റെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയനാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അതാണ് CPI ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് വിട്ടു നൽകാനാകില്ല എന്ന നിലപാടിൽ CPM-ഉം അത് നൽകിയേ മതിയാകൂ എന്ന് CPI-യും ഉറച്ചു നിൽക്കുമ്പോൾ ഒരു യോഗം ചേരാൻ പോലും പറ്റാത്ത പശ്ചാത്തലം ആണ് ഇടതുമുന്നണിയുടേത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.